നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് കൊള്ളാലോ മോളെ. നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഇതാ പറയുന്നത്, കല്യാണം കഴിഞ്ഞാ പിന്നെ ഭർത്താവിന്റെ ഇഷ്ടമാണ് ഭാര്യയുടെ ഇഷ്ടം. സ്നേഹ ധനുഷിന്റെ ഇഷ്ടങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചു അല്ലേ സ്നേഹ? അല്ല മോളെ, ഇത് എന്ത് പായസോ? ഇതാണ് മധുരക്കിഴങ്ങ് പായസം. ആഹാ. റെസിപ്പി എന്റെ അല്ല, അർച്ചനയുടെ. എടുത്തി പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. കുറച്ചിങ്ങ ഞാനൊന്ന് നോക്കട്ടെ. ഇതിനാണോ ഇത്രയ്ക്ക് പുകഴ്ത്തിയത്? ഞാൻ നോക്കിയിട്ട് ഇതിനൊരു ടേസ്റ്റും ഇല്ല. എന്തോ കുറച്ച് മധുരമുണ്ട്, അത്രേ ഉള്ളൂ. എന്തേലും ഉണ്ടാക്കുമ്പോ കുറച്ച് രുചിയുള്ളത് ഉണ്ടാക്കിക്കൂടെ? ഞാൻ ഉണ്ടാക്കിയതേ എന്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടു, അത് മതി. ഞങ്ങൾക്ക് എല്ലാവർക്കും പായസം ഇഷ്ടപ്പെട്ടു. പിന്നെ അവന്തികേട്ടത്തിക്ക് മാത്രം എന്താ ഇഷ്ടപ്പെടാത്ത? അത് മനസ്സിൽ എന്തെങ്കിലും കുശുമുള്ളോണ്ടായിരിക്കും. അവന്തികേട്ടത്തിയുടെ നാവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഏട്ടത്തിക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാ അതിലെന്തോ കുഴപ്പമുണ്ട്. അതോ ഇനി നാവിന് ടേസ്റ്റ് അറിയാൻ പറ്റാത്ത എന്തെങ്കിലും അസുഖമുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കാണണം കേട്ടോ. ശരിക്കും ഒരു സൈക്കാട്രിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. ഈ രുചികൾ അറിയാൻ വയ്യാത്തതേ ഒരു മാനസിക പ്രശ്നം കൂടിയാണെന്നാ പുതിയ സർവേകൾ പറയുന്നത്. അയ്യോ, എന്ന് പറഞ്ഞാ അവന്തികേട്ടത്തിക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നാണോ? മെന്റൽ നിന്റെ കെട്ടിയോന്, അവന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ? സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം പോലും. എന്തായാലും പായസം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ധനുഷിനോടുള്ള സ്നേഹം മുഴുവൻ അവൾ അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പായസത്തിന് ഇത്ര ടേസ്റ്റ്. ഒന്ന് പോയെടുത്തി. മോളെ, നീ മതിയാക്കിയോ? അവന്തികേട്ടത്തിക്ക് ഈ രുചി ഇഷ്ടായി കാണില്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും. മോള് പറഞ്ഞത് തന്നെ സത്യം. സ്നേഹ പായസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല. എന്തായാലും അവന്തികേട്ടത്തിയുടെ വയറ് നിറഞ്ഞിട്ടുണ്ടോ? എന്തായാലും നിന്റെ പായസം സൂപ്പറായിട്ടാ. സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.